എത്ര പെട്ടെന്ന് ആ ദിവസങ്ങളൊക്കെ കഴിയണമെന്ന് തന്നെ അറിയണില്ല. പെട്ടിട്ട് എന്നൊക്കെ 14 അപ്പൊ ഇന്ന് നമ്മള് സുട്ടാപ്പിയുടെ മുടികളയിലാണ്. ഇപ്പൊ 7നോ 14നോ അല്ലെങ്കിൽ 21നോ ആയിട്ടാണ് നമ്മള് കളയല്. ഇപ്പൊ ഇന്ന് 14 എന്നാണ് കളയാന്ന് വിചാരിച്ചു. ഇന്ന് നമുക്ക് പ്രസവരക്ഷക്കും പോകണം. ഇപ്പൊ ഇന്ന് പരിപാടി ആയിട്ട് അങ്ങനെ വലിയ പരിപാടിയൊന്നുമില്ല. നമ്മള് കുടിക്കാനും മാത്രമായിട്ട് പത്തിരിയും കോഴിക്കറിയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ രാവിലെ ഒരു 7 മണിയായപ്പത്തിന് ഇപ്പം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മള് മുടിയൊക്കെ കളഞ്ഞ് അവനെ കുളിപ്പിച്ച് പുത്തങ്കുപ്പായൊക്കെ ഇട്ടിട്ട് മാറ്റിച്ച് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഇന്ന് തന്നെയാണോ എനിക്ക് BCG വെക്കാൻ പോകേണ്ട ദിവസം ഉണ്ടായിരുന്നു. പെറ്റപ്പം എനിക്ക് കഫക്കെട്ടുള്ളതുകൊണ്ട് ആന്റിബയോട്ടിക്കിന്റെ ഇഞ്ചക്ഷൻ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് BCG വെച്ചിട്ടുണ്ടായിരുന്നില്ല. സാധാരണ അത് ഡിസ്ചാർജ് ആവുന്നതിന് മുന്നേ വെക്കലുള്ളതാണ്. അപ്പൊ ഇന്നൊക്കെയാണ് ഡോക്ടർ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് അതും തൈറോയിഡൊക്കെ ടെസ്റ്റ് ചെയ്യണ്ടോ എനിക്ക്. അങ്ങനെ 2-3 സൂചിക്കുത്തൊക്കെ കൊണ്ടതിന് ശേഷം നമ്മൾ നേരെ കുടിക്കോട്ടിട്ട. അപ്പൊ തൈറോയിഡിന്റെ BCG ഒക്കെ പാടെ 2-3 കുത്ത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരമാണ് നമ്മള് പ്രസവരക്ഷക്കായിട്ട് പോകണ്ടായിരുന്നത്. നമ്മൾ വരുന്നത് പെരിന്തൽമണ്ണക്കാണ്. പിന്നെ 3-3:45 ആയപ്പോഴാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുടീന്ന് ഇറങ്ങിയിട്ട് ഒരു പകുതി വൈക്കൊക്കെ എത്തിയപ്പോൾ നമ്മൾ എന്തെങ്കിലും ബേക്കറി വാങ്ങിയിട്ട് പോകാന്ന് ചോദിച്ചു. വന്ന വൈക്ക് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മുടങ്ങാൻ വേണ്ടി അപ്പൊ അങ്ങനെ കുറച്ച് ബേക്കറി ഒക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ നമ്മൾ നേരെ വിട്ട് അങ്ങനെ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 5:15 ആയപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് പെരിന്തൽമണ്ണ മോം ബേബി വെൽനസ് സെന്റർക്കാണ്. വന്നപ്പോൾ തന്നെ അവിടുത്തെ സ്റ്റാഫുകളെ പെരുമാറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. സത്യം പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് ഫീൽ ആണ്. അങ്ങനെ പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് വന്ന് ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് റൂം സെറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പെട്ടി സാധനങ്ങളൊക്കെ പെറുക്കിയിട്ട് നമ്മൾ റൂമിലേക്ക് സെറ്റ് ആക്കി. പിന്നെ അടുത്തത് ഇപ്പോഴത്തെ വിശേഷങ്ങളായിട്ട് വരാം.